അല്ല ആണ്. അതിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ? CPM വളരെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു അതിൻ്റെ അകത്ത് അംഗങ്ങൾ, ആ റെഗുലേറ്ററി കമ്മീഷനിലെ അംഗങ്ങൾ. മനസ്സിലായേ? എന്നിട്ട് പ്രൊസീജിയറൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് 8 കൊല്ലം കഴിഞ്ഞ് കണ്ടുപിടിച്ചിട്ട് നേരെ അത് റദ്ദാക്കിയിട്ട് 8 രൂപ തൊട്ട് 14 രൂപ വരെ വൈദ്യുതി മേടിക്കുകയാണ്. അദാനി കമ്പനിയുടെ നിന്നാണ് മേടിച്ചത് ആദ്യം. അല്ല, അത് നോക്കാം, നമ്മളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെല്ലാം. ഇപ്പം നമുക്ക് ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കി നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് സംഭവം. ക്ലിയർ ആയില്ലേ? ഇനി ചോദിച്ചു അടുത്തത്. അങ്ങനെ മുൻകൂട്ടി പറയുന്നതിൽ എന്തെങ്കിലും പാളിച്ചകൾ വൈദ്യുതി ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. ഞാൻ 2 മാസമല്ലേ ആയുള്ളൂ. എല്ലാ ഗവൺമെൻറ്റുകളും അവരുടേതായ റീസണബിൾ സമയം എടുക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ട് പുനഃസംഘടിപ്പിച്ചു, അതുപോലെ കണ്ണൂർ എയർപോർട്ട് പുനഃസംഘടിപ്പിച്ചു, ഞങ്ങൾ പ്ലാനിംഗ് ബോർഡ് പുനഃസംഘടിപ്പിച്ചു. എല്ലാം ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വരുവാണ്. അതെല്ലാം വളരെ പെട്ടെന്നുണ്ടാവും. അതൊക്കെ വന്നോളൂ. അല്ല, ഞാൻ പറയട്ടെ, അത് വളരെ ആരോഗ്യമന്ത്രി അതിൻ്റെ അകത്തൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ഭക്ഷണം കൊടുക്കുന്നതിലല്ല പ്രശ്നം. ഭക്ഷണം കൊടുത്ത് ചില സ്ഥലങ്ങൾ കയ്യേറിയ പ്രശ്നം വന്നു. ചില ആശുപത്രിക്കകത്ത് ചില സ്ഥലങ്ങൾ കയ്യേറിയ സ്ഥലം വന്നു. പിന്നെ എല്ലായിടത്തും ഒരു ഭയങ്കര പൊളിറ്റിസൈസ് ചെയ്യുന്ന രീതിയിൽ ബാനറും അതൊക്കെ കെട്ടി വന്നു. ഇപ്പം നെയ്യാറ്റിൻകരയിൽ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു 6 വർഷമായിട്ട് അവിടെ ആ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് ആശുപത്രിയുടെ അകത്തേക്ക് കയറ്റിയിട്ടില്ല. ഞാൻ പോയിട്ട് റോഡിൻ്റെ പുറത്ത് വന്നിട്ടാണ് ഈ വിതരണത്തിൽ അവർ ഈ വാർഷികമൊക്കെ ആഘോഷിക്കുമ്പോൾ അവർ നമ്മളേക്ക് വിളിക്കും. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോയി കൊടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് റൂട്ടിൽ കൊടുക്കണമെന്ന് ചോദിച്ചു ഭക്ഷണം. അപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെൻറ് ഇവർക്ക് കോൺഗ്രസ്സുകാരാണ് കൊടുക്കുന്നത് നെയ്യാറ്റിൻകരയിൽ, അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് അതൊന്നും മാറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ റോഡരികിൽ അപകടകരമാണ്, ആളുകൾ വന്നിങ്ങനെ കൂടി നിൽക്കുന്നത്. ഞാൻ പോയപ്പോൾ എനിക്കൊരു വല്ലാത്ത വിഷമം തോന്നി. പക്ഷെ അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ DYFI ഭക്ഷണം കൊടുക്കുന്നതിന് അഭിനന്ദിക്കുന്ന ആളാണ് ഞാൻ. ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു വലിയ നല്ല കാര്യമല്ലേ കൊടുക്കുന്നത്, അതിനെന്താ തെറ്റ്? ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു യുവജന സംഘടന അത് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ കൂടി അത് മാതൃകയാക്കി അത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഈ സ്ഥലമൊക്കെ ആശുപത്രിയുടെയൊക്കെ കയ്യേറി ചെയ്യരുത്. അവിടെ പോയി ഇത് വല്ലാതെ പൊളിറ്റിസൈസ് ചെയ്യരുത്. അതൊക്കെ നോക്കണം. പിന്നെ നമ്മൾ കുറേ സംഘടനകളൊക്കെ സ്റ്റേറ്റ് വൈറ്റ് ചെയ്യുമ്പോൾ താഴെ തട്ടിലുള്ളവർ ചിലപ്പോൾ മുകളിലുള്ളവർ പറഞ്ഞ് കേൾക്കാതെ ഓവറായിട്ടൊക്കെ ചിലപ്പോൾ ചെയ്യണ കാര്യമാണ്. ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും എതിരായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഈ ഗവൺമെൻറ് എടുക്കില്ല. ആരോഗ്യമന്ത്രി അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞപ്പോൾ അത് ഇതാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തുകയും ചെയ്തു. പ്രശ്നം ഭക്ഷണം കൊടുക്കുന്നതിലൊന്നും ഞങ്ങളെതിരായിട്ടുള്ളൊരു നിലപാടും ഈ ഗവൺമെൻറ് സ്വീകരിക്കില്ല. കൊടുക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിച്ചും ഭംഗിയായിട്ടും ചെയ്ത് ആളുകൾ ഇത് കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷവും. കൊടുക്കുന്നത് നല്ല കാര്യമാണ്, ഒരു തെറ്റുമില്ല. അല്ല, അത് നോക്കട്ടെ, നമുക്ക് മറ്റു കാര്യങ്ങൾ അതിന് റീസണബിൾ ആയിട്ടുള്ള സമയം എടുക്കില്ല. അവരുടെ റിപ്പോർട്ട് നമുക്ക് അതേപോലെ നടപ്പാക്കാൻ നമുക്ക് പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം ഇതിൻ്റെ കാര്യങ്ങൾ അറിയാതെ നടത്തുന്ന വാർത്താ പ്രചരണങ്ങളാണ്, തെറ്റായ കാര്യമാണ്. ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പ്രോപ്പറായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ആഭ്യന്തര വകുപ്പിൽ DGPയുടെ അടുത്താണ് അവർ കൊടുക്കേണ്ടത്. ആ റിപ്പോർട്ട് എപ്പോഴാണ് കിട്ടിയത്? എന്താണ്? കഴിഞ്ഞ ആഴ്ച. അത് DGP പരിശോധിച്ച് അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ വരും. ഞങ്ങൾ ആലോചിച്ച് ആ കാര്യത്തിൽ എന്ത് നടപടി ചെയ്യണമെന്ന് പറയും. ഒരു ഡിലേയും വന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ അജിത് കുമാറിന് പ്രമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ഞങ്ങൾ വൈകി. ഞങ്ങൾക്ക് എന്താ അജിത് കുമാറായിട്ട് ബന്ധം? ഞാനല്ലേ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വിമർശിച്ച ആൾ. എൻ്റെ പേരും എൻ്റെ പടമൊക്കെ വെച്ചിട്ട് കൊടുക്കുക, അജിത് കുമാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇറങ്ങിയെന്നൊക്കെ പറയും. അടിസ്ഥാനരഹിതമായി എത്രമാത്രം വാർത്തകളാണ് വന്നത്. ഇനി ഒരു കാര്യം കൂടി, ഇപ്പോൾ ഏതായാലും ഇത്ര നിങ്ങൾ ചോദിക്കാത്തവരാണ് അങ്ങോട്ട് പറയാം. ഞാൻ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും മിണ്ടുന്നില്ല. CMDRFനെ കുറിച്ച് വ്യാപകമായ പ്രചരണം നടക്കുക. CMDRF അഴിമതിയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. മുൻ സർക്കാരിൻ്റെ കാലത്ത് 18/5/2021 വരെയുള്ള കുടിശ്ശിക എത്രയായിരുന്നറിയാം? അപേക്ഷകളുടെ 34,661.
CMDRFിലേക്ക് ചികിത്സിക്കാൻ അപേക്ഷ കൊടുത്താൽ ഡിലേ വരുമായിരുന്നു. 6 മാസവും 6 മാസത്തിൽ കൂടുതൽ ഡിലേ പിണറായി സർക്കാർ ഇരുന്ന കാലത്തും വരുമായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷം 2 മാസമല്ലേ ആയല്ലോ. ഞങ്ങൾ വന്നതിന് ശേഷം ആ 34,661 അപേക്ഷയിൽ 11,174 ക്ലിയർ ചെയ്തു. ഈ വേഗത്തിൽ ചെയ്തു. ഈ സർക്കാരിൻ്റെ കാലത്ത് പുതിയ അപേക്ഷ കിട്ടിയിട്ടുണ്ട് 23,653. അതിൽ ഞങ്ങൾ 9,726 ചെയ്തു. അപ്പോൾ ഏകദേശം 21,000-ഓളം അപേക്ഷകൾ 2 മാസം കൊണ്ട് ഈ ഗവൺമെൻറ് ക്ലിയർ ചെയ്തു. ഞങ്ങൾ വന്നൊന്നും ഇരുന്നേയുള്ളൂ. എന്നിട്ട് പറയുകയാണ് CMDRF എല്ലാം കെട്ടിക്കിടക്കാമെന്നാണ്. കെട്ടിക്കിടന്നിരുന്ന കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ്. ഞാൻ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? തെറ്റായ വാർത്തകൾ കൊടുത്ത്. ഇനി ആകെ ജനങ്ങൾക്ക് അനുവദിച്ച ചികിത്സാ തുക 24,15,00,000 രൂപ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്പീഡാക്കാൻ സ്റ്റാഫ് മറ്റതെല്ലാ സംവിധാനവും ചെയ്തുകൊണ്ട് പിന്നെ അടിയന്തരമായിട്ട് ചില കളക്ടർമാർ അല്ലെങ്കിൽ ചില ജനപ്രതിനിധികൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യത്തിൽ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ടി വരും ചില കാര്യത്തിൽ. ഇപ്പോൾ വയനാട് മരണമടഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തീരുമാനം മന്ത്രിസഭയിൽ കൊണ്ടുപോയി എടുത്തു. ചില തീരുമാനങ്ങൾ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ സർജറി ചില പെട്ടെന്ന് പ്രശ്നം, ആ സർജറി നടത്താൻ പൈസയില്ല, ആ സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തു എന്ന് വരുമ്പോൾ നമുക്ക് ഈ 6 മാസം ഡിലേ ചെയ്ത് കൊടുത്താൽ മതിയാണ്. തീരെ പാവപ്പെട്ടവരായ ചില കേസുകളൊക്കെ റെക്കമെൻഡ് ചെയ്ത് കളക്ടർമാരുടെ അടുത്ത് വരും. അതൊക്കെ നമുക്ക് കൊടുക്കുക. ഇതിലെന്താ അഴിമതി? അത് നേരത്തെ തീരുമാനിച്ചതല്ലേ. നേരത്തെ തീരുമാനിച്ച കുറേ മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പരിശോധിക്കും. നമുക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും. Reaction. We have deplored the action initiated by the Delhi police with the support of the central government. Day before yesterday, the same thing has happened in the Jantar Mandar Road. The police brutally attacked the students, those who participated in the agitation. This agitation is representing the entire students of India. Many students committed suicide. So the മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള നിലപാടുകൾ വഖഫ് വിഷയത്തിലടക്കമാണ് മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞുകൊണ്ടിരുന്നത്. വിവാദ വിഷയങ്ങളിലാണ് മുഖ്യമന്ത്രി നിലപാട്. വഖഫിൽ അമുസ്ലിമുകളെ നിയമിക്കേണ്ടി വരും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചത്. അത് നിയമത്തിൽ പറയുന്ന വ്യവസ്ഥ എന്നതാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.